സഖാവേ അല്ല പ്രസിഡന്റ്. എന്താ യതീന്ദ്ര? എന്റെ രാവൂട്ടി ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കണം. ഈ വൈകുന്നേരത്തെ ഭജനയുടെ സമയം ഒന്ന് മാറ്റണം. എന്ത് പറ്റി? അവിടെ പന്തംകുളത്തി പ്രേരണം നടത്താൻ പൂച്ചക്കാളി പോലുമില്ല. എല്ലാം ഇതിനകത്തിരുന്ന് ഭജന പാടുകല്ലേ. യതീന്ദ്രൻ അറിയാലോ, ഈ ക്ഷേത്രത്തിലെ ആളുകൾ വരുന്നതിലോ വരാതിരിക്കുന്നതിലോ ഭജന പാടുന്നതിലോ പാടാതിരിക്കുന്നതിലോ പ്രസിഡന്റിനൊന്നും ചെയ്യാൻ പറ്റൂല. രാവൂട്ടി ചേട്ടൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. നിന്റെ ആൾക്കാർ തന്നെയല്ലേ ഭരിക്കുന്നത്? നീ തലസ്ഥാനത്ത് പോയി ഈ ഭജന നിരോധിക്കാൻ പറ്റുമെന്ന്, ഓർഡിനൻസിലൂടെ നിരോധിക്കാൻ പറ്റുമെന്ന് നിന്റെ ദേവസ്വം മന്ത്രിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. ഞാനാ അതൊക്കെ പോട്ടെ. എന്റെ വീതമുണ്ടോ? ആഴ്ചയിൽ ഒരിക്കലുള്ള പിരിവ് ഇപ്പൊ ഡെയിലി ആയോ? അത് പിന്നെ മുമ്പായിരുന്നെങ്കിൽ ഓരോ കാര്യം പറഞ്ഞ് നമുക്ക് പാർട്ടി ഫണ്ട് പിരിക്കാമായിരുന്നു. ഇപ്പൊ ഇതേ നിവൃത്തിയുള്ളൂ. പിന്നെ 10-15 വർഷം നിരീശ്വരവാദികളായ ഞങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിങ്ങളെ കയറ്റിയിരുത്തിയിരിക്കുന്നത് എന്തിനാ? ഇതിനൊക്കെ വേണ്ടി തന്നെയാ. അതിന് പ്രത്യുപകാരമായിട്ട് നിന്റെ നേതാക്കളുടെ പേരിൽ പൂജകളും വഴിപാടുകളും വളരെ രഹസ്യമായിട്ട് ഞാൻ നടത്തി തരുന്നില്ല. നിനക്ക് നിന്റെ നേതാക്കൾക്കുള്ള പനിനീർ കോട്ടയും ഇതുമൊക്കെ കൃത്യസമയത്ത് പാർട്ടി ഓഫീസിൽ എത്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി ഇറങ്ങാൻ പറ്റിയ സ്ഥലം ഇതല്ലേ ഉള്ളൂ. മറ്റു മതസ്ഥാപനങ്ങളിൽ കയറാനുള്ള നയപരിപാടികൾ തൽക്കാലം നമ്മുടെ പാർട്ടിക്കില്ല. അതിനുള്ള ചങ്കൂറ്റില്ലെന്ന് പറയലീന്ദ്ര. അങ്ങനെ പറയരുത്. ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള നമ്മുടെ പാർട്ടിക്കല്ലേ? അതറിയാം. കഴിഞ്ഞ ഇലക്ഷന് പല രക്തസാക്ഷികളെ നേരിട്ട് വോട്ട് ചെയ്യാൻ വന്നത് എനിക്കറിയാം. അമ്പലവാസികളുടെയും കടക്കാരുടെയും തിരുമേനിയുടെ ഒക്കെ കണ്ണ് വെട്ടിച്ച് ഈ കാശ് ഉണ്ടാക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. ഇതുപോലെ സൂക്ഷിച്ചു പോണേ. ഇവന്മാര് കായംകുളം കൊച്ചുണ്ണിയാണോ ഇത്തിക്കര പക്കിയാണോ? എന്റെ ഭഗവാനെ, വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാ. ക്ഷമിക്കണേ കൃഷ്ണ.